ഓക്കെ, അപ്പോൾ ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് 8ാം ക്ലാസ്സിലെ രണ്ടാമത്തെ ചാപ്റ്റർ ഈക്വൽ ട്രയാങ്കിൾസിലെ പേജ് നമ്പർ 24ലെ അടുത്ത പ്രോബ്ലമാണ്. അടുത്ത പ്രോബ്ലം ഇങ്ങനൊരു ഫിഗറാണ് നമുക്ക് ടെക്സ്റ്റ് ബുക്കിൽ തന്നിരിക്കുന്നത്. എന്നിട്ട് ആ ക്വസ്റ്റ്യനിൽ പറഞ്ഞിട്ടുണ്ട് ഇത് ഒരു റെഗുലർ പെൻറ്റഗൺ എന്ന് പറഞ്ഞാൽ അതിന് 5 സൈഡ് ഉണ്ടാവും അല്ലേ, 5 സൈഡുകളും ഈക്വൽ ആയിരിക്കും. അതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, റെഗുലർ പെൻറ്റഗൺ എന്ന് പറയുന്നത്. അപ്പോൾ ഈ റെഗുലർ പെൻറ്റഗണിൻ്റെ ഈ സൈഡ്, മുകളിലത്തെ സൈഡും നീട്ടി വരയ്ക്കുക, ഈ ലെഫ്റ്റും റൈറ്റ് സൈഡുകൾ നീട്ടി വരയ്ക്കുക. അതുപോലെ ഈ താഴത്തെ ഈ സൈഡ് ഉണ്ടല്ലോ അതും നീട്ടി വരയ്ക്കുക, ലെഫ്റ്റിലോട്ടും റൈറ്റിലോട്ടും. അങ്ങനെ വരയ്ക്കുമ്പോൾ നമുക്കിവിടെ 2 ട്രയാങ്കിളുകൾ കിട്ടുമെന്നാണ് അവർ ക്വസ്റ്റ്യനിൽ കൊടുത്തിരിക്കുന്നത്. ഓക്കെ, ഇനി നമ്മളോട് പ്രൂവ് ചെയ്യാൻ പറഞ്ഞിട്ടുള്ളത് ഫസ്റ്റ് ക്വസ്റ്റ്യൻ, ആർ ദ സൈഡ്സ് ഓഫ് ദ സ്മോൾ ട്രയാങ്കിൾ ഓൺ ദ ലെഫ്റ്റ് ഈക്വൽ ടു ദ സൈഡ്സ് ഓഫ് ദ സ്മോൾ ട്രയാങ്കിൾ ഓൺ ദ റൈറ്റ്, വൈ? അതായത് ഈ ലെഫ്റ്റിലെ കുഞ്ഞെ ട്രയാങ്കിളും ഈ റൈറ്റിലെ കുഞ്ഞെ ട്രയാങ്കിളും ഈക്വൽ ആണോ എന്നാണ് നമുക്ക് പ്രൂവ് ചെയ്യേണ്ടത്. ഈക്വൽ ആണെങ്കിൽ അതെന്തുകൊണ്ട്? അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, ഇത് ഈക്വൽ ആണോ എന്ന് പ്രൂവ് ചെയ്യാം. ഒരു ക്വസ്റ്റ്യനും കൂടെ ചോദിച്ചിട്ടുണ്ട്, അത് നമുക്ക് ആദ്യം ഈ ക്വസ്റ്റ്യൻ്റെ ആൻസർ കണ്ടുപിടിച്ചിട്ട് ചെയ്യാം. ഓക്കെ, അപ്പോൾ ഈ 2 ട്രയാങ്കിൾ ഈക്വൽ ആണോ എന്ന് നമുക്ക് പ്രൂവ് ചെയ്യണം അല്ലേ. അപ്പോൾ നമുക്ക് അറിയാവുന്ന കാര്യം എന്താണ്, ഒരു റെഗുലർ പെൻറ്റഗൺ, ഇതൊരു റെഗുലർ പെൻറ്റഗൺ അല്ലേ. റെഗുലർ പെൻറ്റഗണിൻ്റെ എല്ലാ സൈഡുകളും ഈക്വൽ അല്ലേ. ആദ്യം നമുക്കപ്പോൾ ഈ റെഗുലർ പെൻറ്റഗണിന് ഒരു പേര് കൊടുക്കാം, എ ബി സി ഡി ഇ. ഈ 2 അറ്റത്ത് പി ക്യൂ എന്നും പേര് കൊടുക്കാം. ഓക്കെ, അപ്പോൾ നമ്മുടെ റെഗുലർ പെൻറ്റഗൺ ഏതാണ്, എ ബി സി ഡി ഇ ആണ് അല്ലേ. അപ്പോൾ എ ബി സി ഡി ഇ എന്ന് പറഞ്ഞാൽ റെഗുലർ പെൻറ്റഗൺ. ഇതിൻ്റെ എല്ലാ സൈഡും ഈക്വൽ ആണ്. അതുപോലെ ഈ എല്ലാ ആംഗിൾസും, ഇത് എക്സ് ആണെങ്കിൽ ഇതും എക്സ്, ഈ ആംഗിൾ എക്സ്, ഈ ആംഗിൾ എക്സ്, ഈ ആംഗിൾ എക്സ്, എല്ലാ ആംഗിളും എക്സും ആയിരിക്കും. ഓക്കെ, അപ്പോൾ ഇനി നമുക്ക് എല്ലാ സൈഡും ഈക്വൽ ആണെന്നും ഇതിൻ്റെ എല്ലാ സൈഡും എക്സ് ആംഗിളും എക്സ് ആണെന്നും നമുക്കറിയാം അല്ലേ. അങ്ങനെയുള്ള ഒരു ഇതിനെയാണ് നമ്മൾ എന്ത് പറയുക, റെഗുലർ പെൻറ്റഗൺ എന്ന് പറയാം. ഓക്കെ, റെഗുലർ പെൻറ്റഗൺ എന്ന് പറഞ്ഞാൽ എല്ലാ സൈഡും അതുപോലെ ഉള്ളിൽ വരുന്ന ആംഗിൾസൊക്കെ ഈക്വൽ ആയിരിക്കും. ഇനി നമ്മളോട് പറഞ്ഞത് ഈ 2 ട്രയാങ്കിളുകൾ ഈക്വൽ ആണെന്ന് പ്രൂവ് ചെയ്യാനാണ്. അപ്പോൾ നമുക്ക് ട്രയാങ്കിളുകൾ ഈക്വൽ ആണെന്ന് പ്രൂവ് ചെയ്യണമെങ്കിൽ ഒന്നെങ്കിൽ നമുക്ക് SSS റൂൾ യൂസ് ചെയ്യാം, അല്ലെങ്കിൽ ASA റൂള് നമുക്ക് യൂസ് ചെയ്യാം. ഇത് നമ്മൾ പഠിച്ചിട്ടുള്ളതാണ്. SSS എന്ന് പറഞ്ഞാൽ 3 സൈഡുകൾ ഈക്വലാണ്, സൈഡ്. ഈ 3 സൈഡുകൾ ഇവരുടെ ഈക്വലാണെന്ന് പ്രൂവ് ചെയ്താൽ നമുക്ക് അങ്ങനെ പ്രൂവ് ചെയ്യാം. അല്ലെങ്കിൽ ഒരു സൈഡ്, അതിൻ്റെ 2 അറ്റത്ത് വരുന്ന ഈ ആംഗിൾസ് ഈക്വൽ ആണെങ്കിൽ ആ ട്രയാങ്കിൾ, അതുപോലെ ഇതിൻ്റെ ഈ സൈഡ്, അതിൻ്റെ 2 ആംഗിൾസ് അത് ഈക്വൽ ആണെങ്കിൽ ASA, അതായത് 2 ആംഗിൾ ഒരു സൈഡ്. അങ്ങനെ ഈക്വൽ ആണെങ്കിലും ആ 2 ട്രയാങ്കിൾ നമുക്ക് എന്താണെന്ന് പറയാം, ഈക്വൽ ആണെന്ന് പറയാം. അപ്പോൾ ഇവിടെ നമുക്ക് നോക്കാം, ഇപ്പോൾ ഈ പെൻറ്റഗൺ ഷേപ്പിൽ ഇവിടുത്തെ ഈ ആംഗിൾ എത്രയായിരിക്കും, ഈ ആംഗിൾ, അതുപോലെ ഈ ആംഗിൾ, അത് നമുക്ക് എഴുതാമല്ലോ. ഈ ആംഗിൾ എക്സ് ആണെങ്കിൽ ഇതൊരു ലീനിയർ പെയർ അല്ലേ, ലീനിയർ പെയർ ആണല്ലേ. അപ്പോൾ ഈ ലീനിയർ പെയറിൻ്റെ ഒരു ഭാഗം എക്സ് ആണെങ്കിൽ ഇത് 180 മൈനസ് എക്സ് ആയിരിക്കില്ലേ. അതുപോലെ തന്നെയല്ലേ ഇതും, ഇത് എക്സ് ആണ് അല്ലേ. ഈ ആംഗിൾ, അതായത് ആംഗിൾ AED അത് എക്സ് ആണ്. അപ്പോൾ ഇതും 180 മൈനസ് എക്സ് ആയിരിക്കും അല്ലേ. കാരണം എന്താണ്, ഇതും ലീനിയർ പെയർ ആണ്. ഈ 2 ആംഗിൾ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് 180 കിട്ടും. ലീനിയർ പെയറൊക്കെ നിങ്ങൾക്ക് അറിയാവുന്നതാണ്. 2 ആംഗിളുകൾ ആഡ് ചെയ്താൽ നമുക്കിങ്ങനെ വരുന്ന ആംഗിൾ ആഡ് ചെയ്താൽ 180 കിട്ടും. അപ്പോൾ ഇതൊന്ന്, പിന്നെ ഈ സൈഡ് നോക്കൂ, AE എന്ന് പറയുന്ന സൈഡ്, അതുപോലെ ഇപ്പുറത്ത് CD എന്ന് പറയുന്ന സൈഡ്, അത് രണ്ടും ഈക്വൽ അല്ലേ. കാരണം അത് രണ്ടും എന്താണ്, പെൻറ്റഗണിൻ്റെ സൈഡുകളാണ് അല്ലേ. അപ്പോൾ അത് രണ്ടും ഈക്വൽ ആണെന്നും നമുക്ക് പറയാം. അതുപോലെ തന്നെ നമുക്ക് ഈ സൈഡും പറഞ്ഞുകൂടെ, ഇത് എക്സ് ആണല്ലേ. ഇത് എക്സ് ആണെങ്കിൽ ഇപ്പുറത്ത് ഈ ആംഗിൾ എത്രയായിരിക്കും, അതായത് ഈ എക്സ് എന്ന് പറയുന്ന ആംഗിളിൻ്റെ നേരെ ഇപ്പുറത്ത് വരുന്ന ലീനിയർ പെയർ അത് 180 മൈനസ് എക്സ് ആയിരിക്കും അല്ലേ. അതുപോലെ ഇവിടെയോ, ഇതിൽ ഈ ആംഗിൾ എക്സ് ആണെന്ന് നമ്മൾ എടുത്തിട്ടുണ്ട്. നമുക്കറിയാം അല്ലേ, റെഗുലർ പെൻറ്റഗണിൻ്റെ എല്ലാ ആംഗിളും എക്സ് ആണ് ഉള്ളിലത്തെ നമ്മൾ പറഞ്ഞത്. അപ്പോൾ ഇപ്പുറത്തെ ആംഗിൾ എത്രയായിരിക്കും, ലീനിയർ പെയർ 180 മൈനസ് എക്സ് ആയിരിക്കും. മനസ്സിലായില്ലേ? ഇനി അപ്പോൾ നമുക്ക് എന്ത് എഴുതാം, ഇതിനെ ആദ്യം നമുക്ക് സൈഡുകൾ ഈക്വൽ ആയത് എഴുതാം. ഇതിൽ AE = CD എന്ന് എഴുതിക്കൂടെ. കാരണം എന്താണ്,
സൈഡ്സ് ഓഫ് റെഗുലർ പെൻറ്റഗൺ. റെഗുലർ പെൻറ്റഗണിൻ്റെ സൈഡ്സ് ആണ് അല്ലേ. റെഗുലർ പെൻറ്റഗണിൻ്റെ സൈഡ്സ് ഒക്കെ ഈക്വലാണ്. അടുത്തത് നമുക്ക് പറയേണ്ടത് ഈ ആംഗിൾ അല്ലേ. ഈ ആംഗിൾ എത്രയായിരിക്കും? ആംഗിൾ പി എ ഇ എന്ന് പറഞ്ഞാൽ ഈ ആംഗിൾ ഓക്കെ അതെന്താണ്? 180 - x ആണല്ലേ. അടുത്തതോ ഈ ആംഗിൾ എത്രയാണ്? ഈ ആംഗിൾ നമുക്ക് എന്തെഴുതാം? AEP എന്ന് എഴുതാം. AEP അതും എന്തുതന്നെയാണ്? 180 - x തന്നെയാണ്. അതുപോലെ തന്നെയാണല്ലേ ഈ സൈഡ് എന്ന് പറയുന്നത്. ഈ സൈഡ് എന്ന് പറയുന്നത് എന്താണ്? ഈ സൈഡിലെ ആംഗിളുകൾ ഏതൊക്കെയാണ്? ഈ ആംഗിളിനെ നമുക്ക് എങ്ങനെ എഴുതാം? ആംഗിൾ QCD = 180 - x. അതുപോലെ തന്നെ ഈ ആംഗിൾ നമുക്ക് എന്തെഴുതാം? ആംഗിൾ QDC = 180 - x. അപ്പോൾ നോക്കൂ, നമ്മൾ കൺസിഡർ ചെയ്യുന്ന ട്രയാങ്കിൾസ് ഏതൊക്കെയാണ്? ട്രയാങ്കിൾ APEയും അതുപോലെ ട്രയാങ്കിൾ CDQവും അല്ലേ. ഈ രണ്ട് ട്രയാങ്കിളാണ് നമ്മൾ ഈക്വൽ ആണെന്ന് പ്രൂവ് ചെയ്യുന്നത്. അപ്പോൾ ആദ്യത്തെ നമുക്ക് കിട്ടി AE = CD. അപ്പോൾ ഇതൊരു സൈഡ് നമുക്ക് കിട്ടി അല്ലേ. അടുത്തത് നോക്കിയേ, ഈ ട്രയാങ്കിളിൻ്റെ ഈ രണ്ട് ആംഗിൾ, അതായത് PAE എന്ന് പറയുന്ന ആംഗിളും AEP എന്ന് പറയുന്ന ആംഗിളും എന്താണ്? 180 - x ആണെന്ന് കിട്ടി. അതിൻ്റെ റീസൺ എന്താണ്? അത് ലീനിയർ പെയർ ആണ് അല്ലേ. അതായത് ആംഗിൾ BAE പ്ലസ് ആംഗിൾ PAE ഇത് രണ്ടും കൂട്ടിയാൽ നമുക്ക് എന്ത് കിട്ടും? 180 കിട്ടും. അതുകൊണ്ട് നമുക്ക് എന്തെഴുതാം? ആംഗിൾ PAE എന്ന് പറയുന്നത് 180 - x ആണെന്ന് എഴുതാം. ഓക്കെ, അപ്പോൾ ഇതെന്താണ്? ലീനിയർ പെയർ എന്ന് എഴുതിയാൽ മതി. ലീനിയർ പെയർ. അപ്പോൾ നമുക്കിപ്പോൾ എന്ത് കിട്ടി? രണ്ട് ആംഗിളുകളും ഈ രണ്ട് ട്രയാങ്കിളുകൾ നമ്മൾ കൺസിഡർ ചെയ്ത് ഈ രണ്ട് ട്രയാങ്കിളുകളിലെ ഈ ട്രയാങ്കിളിൻ്റെയും ഈ സൈഡുകൾ AE എന്ന് പറയുന്ന സൈഡും ഇവിടെ CD എന്ന് പറയുന്ന സൈഡും ഈക്വലാണെന്ന് പറഞ്ഞു. അതുപോലെ ഈ ആംഗിളും ഈക്വലാണ്, ഈ ആംഗിളും ഈക്വലാണ്. അപ്പോൾ ഇത് ഏത് റൂളാണ്? അക്കോർഡിംഗ് ടു ASA റൂൾ, ട്രയാങ്കിൾ APE = ട്രയാങ്കിൾ CDQ അല്ലേ. അപ്പോൾ നമുക്ക് ഇങ്ങനെ എഴുതാം അല്ലേ. അപ്പോൾ ഇത് രണ്ടും ഈക്വലാണെന്ന് മനസ്സിലായി. അടുത്തത് നമുക്ക് എന്തെഴുതാം? അപ്പോൾ നമുക്ക് ഈ രണ്ട് ട്രയാങ്കിളുകൾ ഈക്വലാണെന്ന് മനസ്സിലായി. അപ്പോൾ ഫസ്റ്റ് ക്വസ്റ്റ്യൻ നമ്മളോട് അതാണ് ചോദിച്ചിരിക്കുന്നത്. സോ ഹെൻസ് ദ സൈഡ്സ് ഓഫ് സ്മോൾ ട്രയാങ്കിൾ on the left equal to the sides of the small triangle on the right. അതായത് ഈ രണ്ട് ട്രയാങ്കിൾ ഇപ്പോൾ ഈക്വൽ ആണെന്ന് നമ്മൾ പ്രൂവ് ചെയ്തു. ഏത് റൂൾ വെച്ചാണ്? ASA റൂൾ വെച്ചാണ് നമ്മൾ പ്രൂവ് ചെയ്തത് അല്ലേ. ഇനി അടുത്ത ക്വസ്റ്റ്യൻ, രണ്ടാമതൊരു ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത്, ആർ ദ ലെഫ്റ്റ് ആൻഡ് റൈറ്റ് സൈഡ് ഓഫ് ദ ലാർജ് ട്രയാങ്കിൾ ഈക്വൽ. അതായത് ഈ ലാർജ് ട്രയാങ്കിൾ ഉണ്ടല്ലോ, PBQ എന്ന് പറയുന്ന ഈ ലാർജ് ട്രയാങ്കിൾ, അതിൻ്റെ ഈ ലെഫ്റ്റ് സൈഡും ഈ റൈറ്റ് സൈഡും ഈക്വൽ ആണോ എന്നാണ് ചോദ്യം. അതായത് BPയും BQവും ഈക്വൽ ആണോ എന്ന്, അതാണ് നമ്മളോട് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ നമുക്ക് എങ്ങനെ അത് എഴുതാം? അതിനുവേണ്ടി നമുക്ക് ഇങ്ങനെ എഴുതാം അല്ലേ. നമുക്ക് ആദ്യം ABC = സെക്കൻഡിൻ്റെ ഉത്തരമാണ്, സെക്കൻഡ് ക്വസ്റ്റ്യൻ്റെ ആൻസറാണ്. ABC = BC എന്ന് എഴുതിക്കൂടെ? കാരണം എന്താണ്? സൈഡ്സ് ഓഫ് റെഗുലർ പെൻറ്റഗൺ അല്ലേ. റെഗുലർ പെൻറ്റഗൺ, സൈഡ്സ് ഓഫ് റെഗുലർ പെൻറ്റഗൺ. നോക്കിയേ, AB ഈ സൈഡും ഇത് BC എന്ന് പറയുന്നതും ഈ റെഗുലർ പെൻറ്റഗണിൻ്റെ രണ്ട് സൈഡുകളാണ് അല്ലേ. ഇനി APയും CQവും ഈക്വലാന്ന് എഴുതാം. ഏതാണ്? AP = CQ. എന്താ അത്? ഈ രണ്ട് ട്രയാങ്കിൾ ഈക്വലാണ് നമ്മൾ പ്രൂവ് ചെയ്തു അല്ലേ. അതിൻ്റെ സൈഡ്സ് അല്ലേ, ഈ കറസ്പോണ്ടിങ് സൈഡുകളാണ്. നോക്കൂ, AP ഇതിൻ്റെ CQ. അപ്പോൾ കറസ്പോണ്ടിങ് സൈഡ്സ് ഓഫ് ഈക്വൽ ട്രയാങ്കിൾസ്.
ഈക്വൽ ആയിട്ടുള്ള ട്രയാങ്കിൾസുകളുടെ കറസ്പോണ്ടിങ് സൈഡുകളാണ് അല്ലേ. ഇനി നമുക്ക് ഈ രണ്ട് ഇക്വേഷൻസും നമുക്ക് ആഡ് ചെയ്യാം. ആഡ് ചെയ്ത് പോകുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? ഈ സൈഡ് ആഡ് ചെയ്യുമ്പോൾ എ ബി പ്ലസ് എ പി എന്ന് കിട്ടും അല്ലേ. ഈ സൈഡ് അതായത് രണ്ടും ആഡ് ചെയ്യാം. എ ബി പ്ലസ് എ പി ഈക്വൽ ടു ബി സി പ്ലസ് സി ക്യു. ഇത് രണ്ടും ആഡ് ചെയ്തു. അപ്പോൾ നമുക്ക് എ ബി പ്ലസ് എ പി എന്താണ്? അതാ എ ബി ഇത് അല്ലേ, എ പി ഇത് രണ്ടും ആഡ് ചെയ്താൽ നമുക്ക് ഈ വലിയ സൈഡല്ലേ കിട്ടുക, അതായത് പി ബി കിട്ടും. അപ്പോൾ നമുക്കിവിടെ പി ബി ഇസ് ഈക്വൽ ടു, ഇനി അടുത്തത് ബി സി സി ക്യൂം ആഡ് ചെയ്യാനാണ് പറയുന്നത്, അതായത് ഈ കഷ്ണം ആഡ് ചെയ്യണം. അപ്പോൾ അതെന്തായി? അത് ബി ക്യു അല്ലേ, ബി ക്യു എന്ന് പറയുന്ന സൈഡായി. അപ്പോൾ നോക്കൂ, അതല്ലേ നമ്മുടെ ഈ ട്രയാങ്കിളിൻ്റെ വലിയ ട്രയാങ്കിളിൻ്റെ ഈ സൈഡും അത് ഈക്വൽ ആണെന്നല്ലേ ഇപ്പോൾ നമുക്ക് കിട്ടിയത്. ഹെൻസ് ദ ലെഫ്റ്റ് ആൻഡ് റൈറ്റ് സൈഡ്സ് ഓഫ് ലാർജ് ട്രയാങ്കിൾ ആർ ഈക്വൽ. അപ്പോൾ നമ്മളിന്ന് ഈ പ്രോബ്ലം പ്രൂവ് ചെയ്തു. അപ്പോൾ ഇത് സിമ്പിളാണ്, പക്ഷെ കുറച്ച് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളേ ഉള്ളൂ. ഈ പോയിൻറ്റ്സുകൾ മനസ്സിലാക്കി കഴിഞ്ഞാൽ നമുക്കിത് ഈസി ആയിട്ട് ചെയ്യാൻ പറ്റും. ഓക്കെ, അടുത്ത് നമ്മൾ ചെയ്യാൻ പോകുന്നത് 8ാം ക്ലാസ്സിലെ സെക്കൻഡ് ചാപ്റ്റർ ഈക്വൽ ട്രയാങ്കിൾസിലെ പേജ് നമ്പർ 24-ലെ തേർഡ് പ്രോബ്ലമാണ്. തേർഡ് പ്രോബ്ലം എന്താണ്? ദ സൈഡ്സ് ഓഫ് എ ട്രയാങ്കിൾ ആർ ഈക്വൽ ടു ദ സൈഡ്സ് ഓഫ് അനദർ ട്രയാങ്കിൾ. അപ്പോൾ ഒരു രണ്ട് ട്രയാങ്കിളുകൾ തന്നിട്ടുണ്ടെങ്കിൽ ആ രണ്ട് ട്രയാങ്കിളുകളുടെ സൈഡ്സ് ഈക്വൽ ആണെന്നാണ് നമ്മളോട് പറഞ്ഞിരിക്കുന്നത്. ഇങ്ങനെ രണ്ട് ട്രയാങ്കിൾ നമുക്ക് വരയ്ക്കാം. എ ബി സി പേര് കൊടുക്കാം. ഇതിന് പി ക്യു ആർ എന്ന് പേര് കൊടുക്കാം. ഇതാണ് അവർ പറഞ്ഞിരിക്കുന്നത് ഇതിൻ്റെ സൈഡുകൾ ഈക്വൽ ആണെന്നാണ് അല്ലേ. ദ സൈഡ്സ് ഓഫ് ട്രയാങ്കിൾസ് ആർ ഈക്വൽ ടു ദ സൈഡ്സ് ഓഫ് അനദർ ട്രയാങ്കിൾ. ഇതിൻ്റെ സൈഡും ഈക്വൽ ആണ്. അപ്പോൾ ഇതിനും ഈക്വൽ ആയിരിക്കും. ഇനി എ ബി ഇസ് ഈക്വൽ ടു പി ക്യു, അടുത്ത ബി സി ഇസ് ഈക്വൽ ടു ക്യു ആർ. ഈ രണ്ട് സൈഡ് ഈക്വൽ. അതുപോലെ എ സി ഇസ് ഈക്വൽ ടു പി ആർ. ഈ സൈഡും ഈക്വൽ. അപ്പോൾ ഏതൊക്കെ സൈഡാണ് ഈക്വൽ? എ ബി ഇസ് ഈക്വൽ ടു പി ക്യു, ബി സി ഇസ് ഈക്വൽ ടു ക്യു ആർ, എ സി ഇസ് ഈക്വൽ ടു പി ആർ. അപ്പോൾ ഇങ്ങനെ രണ്ട് ട്രയാങ്കിൾ അതിൻ്റെ ഇത്രയും സൈഡുകൾ ഈക്വൽ ആണെന്ന് കിട്ടി. ഇനി അവർ ചോദിച്ചിരിക്കുന്ന ചോദ്യം ഒന്ന് വായിച്ച് നോക്കൂ. ഈസ് ദ ഹൈറ്റ് ഫ്രം ഈച്ച് സൈഡ് ഓഫ് വൺ ട്രയാങ്കിൾ ടു ദ ഓപ്പോസിറ്റ് വെർട്ടെക്സ് ഈക്വൽ ടു ദ ഹൈറ്റ് ഫ്രം ദ ഈക്വൽ സൈഡ്സ് ഓഫ് ദ അതർ ട്രയാങ്കിൾ ഓഫ് ഇറ്റ്സ് ഓപ്പോസിറ്റ് വെർട്ടെക്സ് വൈ. ഒന്നുമില്ല, അതായത് ഏതെങ്കിലും ഈ ഈക്വൽ ആയിട്ടുള്ള സൈഡ്, ഇപ്പോൾ നമ്മളിപ്പോൾ ഈ എ ബി പി ക്യു എടുക്കാം, നമുക്ക് ഏത് വേണമെങ്കിലും എടുക്കാം. ഞാനിപ്പോൾ എ ബി പി ക്യും രണ്ടും ഈക്വൽ ആണല്ലോ. ആ സൈഡിൽ നിന്ന് അതിൻ്റെ ഓപ്പോസിറ്റ് വെർട്ടെക്സ് എന്ന് പറഞ്ഞാൽ ഏതാണ്? ഈ എ ബിയുടെ ഓപ്പോസിറ്റ് വെർട്ടെക്സ് ഏതാണ്? സി അല്ലേ. അതുപോലെ പി ക്യുവിൻ്റെ ഓപ്പോസിറ്റ് വെർട്ടെക്സ് ഏതാണ്? ആർ. അങ്ങോട്ട് നമ്മൾ വരയ്ക്കുന്ന ഹൈറ്റ് മീൻസ് അങ്ങോട്ട് വരയ്ക്കുന്ന ഹൈറ്റ് എന്ന് ഉദ്ദേശിക്കുന്നത് എന്താണ്? അങ്ങോട്ട് വരയ്ക്കുന്ന വര അല്ലേ. ഇതിനാണ് ഹൈറ്റ് എന്ന് പറയുന്നത്. അതെന്ന് പറയുന്നത് എന്താണെന്നാണ്? ഈക്വൽ ആണോ എന്നാണ് പ്രൂവ് ചെയ്യേണ്ടത്. ഈ രണ്ട് ഹൈറ്റ് ഈക്വൽ ആണെന്ന് നമുക്ക് പ്രൂവ് ചെയ്യണം. ഈക്വൽ ആണെങ്കിൽ എന്തുകൊണ്ടെന്നും പ്രൂവ് ചെയ്യണം. ഓക്കെ, അപ്പം പിന്നെ നമുക്ക് അതെങ്ങനെ പ്രൂവ് ചെയ്യാം? അങ്ങനെയാണെങ്കിൽ നമുക്കിതിനെ നോക്കൂ. ഇപ്പോൾ എന്താ കിട്ടിയത്? ഇങ്ങനെ വരയ്ക്കുമ്പോൾ ഇവിടെ ഇങ്ങനെ ഒരു ട്രയാങ്കിളും കിട്ടും, ഇവിടെ ഇങ്ങനെ ഒരു ട്രയാങ്കിൾ കിട്ടും അല്ലേ. ഈ ട്രയാങ്കിളുടെ പേരെന്താണ്? ട്രയാങ്കിൾ. അപ്പോൾ ഇവിടെ നമുക്ക് ഈ പോയിൻറ്റിന് നമ്മളിവിടെ വരച്ചല്ലോ ഹൈറ്റ്, അതിനൊരു പേര് കൊടുക്കാം. തൽക്കാലം നമുക്കതിന് എം എന്ന് കൊടുക്കാം. ഇവിടെ എൻ എന്നും കൊടുത്തിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഇവിടുത്തെ ഈ പോയിൻറ്റിന് നമ്മൾ എം എന്നും ഈ പോയിൻറ്റിന് എൻ എന്നും കൊടുത്തു. അപ്പോൾ രണ്ട് ട്രയാങ്കിളിലേക്കും ഈ ഈക്വൽ സൈഡിൽ നിന്ന് മുകളിലത്തെ ഓപ്പോസിറ്റ് വെർട്ടെക്സിലേക്കുള്ള ഹൈറ്റ് ഈക്വൽ ആണോ എന്ന് കണ്ടുപിടിക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. അതായത് കണ്ടുപിടിക്കേണ്ടത് എം സിയും അതുപോലെ എൻ ആറും ഈക്വൽ ആണോ എന്നാണ് നമ്മളോട് ചോദിച്ചിരിക്കുന്നത്. ഇതാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ നമുക്ക് തൽക്കാലം ഈ രണ്ട് ട്രയാങ്കിളുകൾ ഈക്വൽ ആണെന്ന് പ്രൂവ് ചെയ്ത് കഴിഞ്ഞാൽ, ഏത് രണ്ട് ട്രയാങ്കിളുകൾ? എ എം സിയും ട്രയാങ്കിൾ പി എൻ ആറും, ഇത് രണ്ടും ഈക്വൽ ആണെന്ന് പ്രൂവ് ചെയ്താൽ നമുക്ക് എന്ത് മനസ്സിലാക്കാം? ഈക്വൽ ട്രയാങ്കിളിൽ വരുന്ന ഒരു സൈഡല്ലേ ഈ എം സിയും എൻ ആറും. അപ്പോൾ അവർ ഈക്വൽ ആണെന്ന് നമുക്ക് പറയാമല്ലോ. അങ്ങനെയാണെങ്കിൽ
നമ്മളോട് ചോദിച്ചിരിക്കുന്ന ആദ്യത്തെ ചോദ്യം എന്താണ്? ഈ ഹൈറ്റ് ഈക്വൽ ആണോ എന്നാണ് അല്ലേ? അപ്പോൾ നമുക്ക് എന്ത് പറയാം? ഈ രണ്ട് ഹൈറ്റ് ഈക്വൽ ആണെന്ന് പറയാം. അപ്പോൾ അതിനുവേണ്ടി നമ്മൾ എന്ത് ചെയ്യണം? ഈ രണ്ട് ട്രയാങ്കിൾ കൺസിഡർ ചെയ്യാം. ഈ രണ്ട് ട്രയാങ്കിൾ കൺസിഡർ ചെയ്തിട്ട് ഈ രണ്ട് ട്രയാങ്കിളിൻ്റെ സൈഡുകൾ അല്ലെങ്കിൽ ഈ രണ്ട് ട്രയാങ്കിൾ ഈക്വൽ ആണെന്ന് പ്രൂവ് ചെയ്യാം. ഈക്വൽ ട്രയാങ്കിൾസിൻ്റെ ഈക്വൽ സൈഡാണല്ലോ ഈ CMഉം NRഉം. അപ്പോൾ അത് ഈക്വൽ ആണെന്ന് നമുക്ക് പറയാം. അപ്പോൾ അതിന് വേണ്ടി നമ്മൾ ഈ രണ്ട് ട്രയാങ്കിൾ ഈക്വൽ ആണെന്ന് പ്രൂവ് ചെയ്യണം. അപ്പോൾ നമ്മൾ പഠിച്ചിരിക്കുന്നത് ഒന്നെങ്കിൽ SSS വെച്ച് പ്രൂവ് ചെയ്യാം, അല്ലെങ്കിൽ ASA റൂൾ വെച്ച് പ്രൂവ് ചെയ്യാം. അപ്പോൾ ഇത് രണ്ടും എന്താണെന്ന് നമുക്കറിയാം അല്ലേ? SSS എന്ന് പറഞ്ഞാൽ 3 സൈഡും ഇതിൻ്റെ 3 സൈഡും ഈക്വൽ ആവണം. പിന്നെ ASA എന്ന് പറഞ്ഞാൽ ഏതെങ്കിലും ഒരു സൈഡ് അതിൻ്റെ അടുത്തടുത്ത് വരുന്ന രണ്ട് കോർണേഴ്സ്, അതുമ്പോൾ വരുന്ന രണ്ട് കോർണേഴ്സ് ഈക്വൽ ആണെന്ന് പ്രൂവ് ചെയ്യണം. അപ്പോൾ നമുക്ക് പ്രൂവ് ചെയ്യേണ്ട സൈഡ് ഇതാണെങ്കിൽ അതിൻ്റെ ഈ രണ്ട് ആംഗിളുകൾ ഈക്വൽ ആണെന്ന് പ്രൂവ് ചെയ്യണം. അപ്പോൾ ASA റൂൾ വെച്ചാൽ നമുക്ക് പ്രൂവ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇവിടെ നമുക്കിനി എന്ത് ചെയ്യാം? നമുക്കിവിടെ നോക്കാം. ഈ ട്രയാങ്കിൾ കൺസിഡർ ചെയ്യാം. AMC കൺസിഡർ ചെയ്യാം. AMC കൺസിഡർ ചെയ്യുമ്പോൾ ഈ AC എന്ന് പറയുന്ന സൈഡ് നോക്കൂ. AC അല്ലേ? ACയും PRഉം ഈക്വൽ അല്ലേ? കാരണം എന്താണ്? ACയും PRഉം ഈക്വൽ ആണെന്ന് നമുക്ക് ക്വസ്റ്റ്യനിൽ, അതായത് നമ്മൾ ഇത് എടുത്തപ്പോൾ തന്നെ നമ്മൾ ഈ രണ്ട് സൈഡുകൾ ഈക്വൽ ആണെന്ന് എഴുതിയിട്ടുണ്ട് അല്ലേ? അപ്പോൾ ഗിവൺ ആണ് അല്ലേ? അപ്പോൾ AC ഇസ് ഈക്വൽ ടു PR അല്ലേ? PR അതെന്താണ്? ഗിവൺ, തന്നിരിക്കുന്ന കാര്യമാണ്. അപ്പോൾ അത് നമുക്ക് ഈക്വൽ ആണെന്ന് കിട്ടി. അങ്ങനെയാണെങ്കിൽ ഈ ആംഗിൾ നോക്കൂ. ഈ ആംഗിൾ ഇത് എത്ര ഡിഗ്രിയാണ്? ഇത് 90 ഡിഗ്രിയാണ് അല്ലേ? ഇതും 90 ഡിഗ്രി ആയിരിക്കില്ലേ? കാരണം ഇതെന്താണ്? ഇത് ഹൈറ്റ് എന്ന് പറയുമ്പോൾ നമ്മൾ നേരെയല്ലേ വരയ്ക്കുള്ളൂ. നേരെ വരയ്ക്കുകയാണെങ്കിൽ ഇതെന്തായിരിക്കും? 90 ഡിഗ്രി ആയിരിക്കും അല്ലേ? ഇത് പെർപെൻഡിക്കുലർ ആയിരിക്കും. അതുകൊണ്ട് ഇതും 90 ഡിഗ്രിയാണ്. ഇനി അടുത്തതോ, ഇവിടെ നോക്കിയേ. ആംഗിൾ സൈഡ്, ആംഗിളല്ല സൈഡ്. ഇവിടുത്തെ BC എന്ന് പറയുന്ന സൈഡിൻ്റെയും ഇവിടുത്തെ QR എന്ന് പറയുന്ന സൈഡിൻ്റെയും ഓപ്പോസിറ്റ് വരുന്ന ആംഗിൾസ് ഏതൊക്കെയാണ്? ഇവിടുത്തെ CBയുടെ ഓപ്പോസിറ്റാണ് ഇവിടുത്തെ ഈ ആംഗിൾ A അല്ലേ? ഇവിടുത്തെ QRൻ്റെ ഓപ്പോസിറ്റ് അതേ ലെങ്ത്തുള്ള സൈഡാണ് RQ അല്ലേ? CBയും RQ ഈക്വലാണ്. അതിൻ്റെ ഓപ്പോസിറ്റ് ഇവിടെ Aയും ഇവിടുത്തെ RQൻ്റെ ഓപ്പോസിറ്റ് ഇവിടെ Pയും ആണ്. അപ്പോൾ നമുക്ക് അത് രണ്ട് ഈക്വലാന്ന് എഴുതിക്കൂടെ? അതിന് ഞാൻ X എന്ന് കൊടുക്കുന്നുണ്ട്. X എന്ന് കൊടുക്കാം. അപ്പോൾ ആംഗിൾ A ഈക്വൽ ടു ആംഗിൾ P, ദാറ്റ് ഈസ് ഈക്വൽ ടു X എന്ന് ഞാൻ കൊടുത്തിട്ടുണ്ട്. അതെന്താണ്? ഓപ്പോസിറ്റ് ആംഗിൾസ് ഓഫ് കറസ്പോണ്ടിങ് സൈഡ്സ് ഓഫ് ഈക്വൽ ട്രയാങ്കിൾസ് അല്ലേ? ഈ ഈക്വൽ ട്രയാങ്കിൾസിൻ്റെ കറസ്പോണ്ടിങ് സൈഡുകളാണ് ഇവരല്ലേ? CBയും RQവും. അതിൻ്റെ ഓപ്പോസിറ്റ് ആംഗിളുകളാണ് ഈ Aയും ഈ ആംഗിൾ Pയും. അപ്പോൾ ആംഗിൾ Aയും ആംഗിൾ Pയും ഈക്വലാണെന്ന് ഞാൻ എഴുതി. അപ്പോൾ നമുക്ക് എന്ത് കിട്ടി? ഇനി നമുക്ക് പ്രൂവ് ചെയ്യേണ്ടത് ഇതിൻ്റെ അല്ലേ? ഇപ്പം നമ്മൾക്ക് ഇതിൻ്റെ ഈ സൈഡ് നമ്മൾ എഴുതി. അതുപോലെ ഈ ഒരു ആംഗിളും കൂടെ ഈക്വലാണെന്ന് എഴുതിയാൽ പോരെ? ആംഗിൾ PRN, അതുപോലെ ഈ ആംഗിൾ ACM അതും കൂടെ ഈക്വലാണെന്ന് കിട്ടിയാൽ നമുക്ക് ASA റൂള് കിട്ടും അല്ലേ? കാരണം എന്താ? ഈ സൈഡ് ഈക്വലാണെന്ന് നമ്മൾ എഴുതിയിട്ടുണ്ട്. AC ഈക്വൽ ടു PR ഗിവൺ ആണ് അല്ലേ? അത് പിന്നെ നമ്മളിപ്പോൾ ഇവിടുത്തെ ഈ ആംഗിൾ കണ്ടുപിടിച്ചു. ഈ ആംഗിൾ എന്താണ്? ഇതിന് ഓപ്പോസിറ്റ് കിടക്കുന്ന ആംഗിളാണ് അല്ലേ? കറസ്പോണ്ടിങ് സൈഡുകളുടെ ഓപ്പോസിറ്റ് കിടക്കുന്ന ആംഗിൾ, അതും ഈക്വലാണെന്ന് നമ്മളിപ്പോൾ ഇവിടെ എഴുതി. ഇനി നമുക്ക് ഈ ഒരു ആംഗിളും കൂടെ കിട്ടിയാൽ മതി അല്ലേ? അതായത് ആംഗിൾ ACMഉം അതുപോലെ തന്നെ ആംഗിൾ ഇത് PRNഉം. ഈ രണ്ട് ആംഗിളാണ് നമുക്ക് ഈക്വലാണെന്ന് പ്രൂവ് ചെയ്യേണ്ടത്. അതും കൂടെ ഈക്വലാണെന്ന് കിട്ടിക്കഴിഞ്ഞാൽ നമുക്കിതിൽ ഈ ASA റൂൾ വെച്ചിട്ട് ഈ രണ്ട് ട്രയാങ്കിൾ ഈക്വലാണെന്ന് പറയാം. അപ്പോൾ നോക്കിയേ, ഈ ആംഗിൾ എത്രയായിരിക്കും? ഈ ആംഗിൾ ACM എന്ന് പറയുന്നത് ഒരു ട്രയാങ്കിളിൻ്റെ 3 ആംഗിളും കൂടെ ആഡ് ചെയ്ത 180 ആണ് അല്ലേ? അപ്പോൾ ഈ ട്രയാങ്കിളിൻ്റെ 3 ആംഗിളും കൂടെ ആഡ് ചെയ്യുക എന്ന് പറഞ്ഞാൽ എത്രയാണ്? നോക്കൂ. അതായത് ഒരു ആംഗിൾ X ആണ്, ഒരു ആംഗിൾ 90 അല്ലേ? അപ്പോൾ ഈ ആംഗിൾ കിട്ടാൻ നമ്മൾ എന്ത് ചെയ്യണം? 180 നിന്ന് 90 മൈനസ് X ചെയ്യണം അല്ലേ? അതാണ് ആംഗിൾ ACM എന്ന് പറയുന്നത് അല്ലേ? ACM, അതായത് ഈ കുഞ്ഞ് ആംഗിൾ എന്ന് പറയുന്നത് 180ന്ന് ഈ 90യും ഈ Xഉം മൈനസ് ചെയ്താലല്ലേ നമുക്ക് കിട്ടുക. അപ്പോൾ നമുക്ക് എന്ത് കിട്ടും? ദാറ്റ് ഈസ് ഈക്വൽ ടു 90 മൈനസ് X അല്ലേ? 180ന്ന് 90 പോയാൽ 90 മൈനസ് X. അപ്പോൾ ആംഗിൾ ACM ഇസ് ഈക്വൽ ടു 90 മൈനസ് X. അതുപോലെ തന്നെ ഇവിടെ നോക്കിയേ, ഈ ആംഗിൾ അല്ലേ? അതായത് ഈ ആംഗിളിൻ്റെ പേരെന്താ?
PRN എന്ന് പറയുന്നതും എന്തുതന്നെയാണ് 180 മൈനസ് ഈ 90 മൈനസ് ഈ എക്സ് അല്ലേ 90 മൈനസ് എക്സ് അതായത് 180ന് ഈ രണ്ട് ആംഗിൾ കുറച്ചാലല്ലേ നമുക്ക് ഈ തേർഡ് ആംഗിൾ കിട്ടാം കാരണം 3 ആംഗിളും കൂട്ടിയ 180 ആണെന്ന് നമുക്കറിയാം അതുകൊണ്ട് നമ്മൾ ഈ 90 ഈ എക്സും കുറയ്ക്കുക എക്സ് എന്ന് പറയുന്ന ആംഗിളും നമ്മൾ മൈനസ് ചെയ്യാം അപ്പോൾ ഇതെന്ത് കിട്ടും ഇതും 90 മൈനസ് എക്സ് എന്ന് കിട്ടും അപ്പോൾ നോക്കൂ ഈ രണ്ട് ആംഗിളും നമുക്ക് 90 മൈനസ് എക്സ് എന്ന് കിട്ടിയില്ലേ അതുകൊണ്ട് ഹെൻസ് നമുക്ക് എന്ത് എഴുതാം ആംഗിൾ ACM is equal to ആംഗിൾ PRN എന്ന് എഴുതാം അല്ലേ അപ്പോൾ ഇതും നമുക്കൊരു ആംഗിൾ കിട്ടി ഇവിടെയോ നമുക്കൊരു സൈഡ് കിട്ടി ഇവിടെ നമുക്കൊരു ആംഗിൾ കിട്ടി അല്ലേ അപ്പോൾ രണ്ട് ആംഗിളും ഒരു സൈഡും ഹെൻസ് ASA റൂൾ അല്ലേ ASA റൂൾ these triangles are ഈക്വൽ അല്ലേ ഈ രണ്ട് ട്രയാങ്കിൾസ് ഈക്വൽ ആണ് കിട്ടി ഏത് രണ്ട് ട്രയാങ്കിളാണ് ട്രയാങ്കിൾ ഈ രണ്ട് ട്രയാങ്കിൾ കേട്ടോ ട്രയാങ്കിൾ AMC ട്രയാങ്കിൾ PNRും ഈക്വൽ ആണെന്ന് കിട്ടി നമ്മളോട് ചോദിച്ചിരിക്കുന്നത് എന്താണ് CMഉം RNും ഈക്വൽ ആണോ എന്ന് അതായത് ഹൈറ്റ് ഫ്രം ഈച്ച് സൈഡ് ഈക്വൽ ആണെന്ന് ഹെൻസ് നമുക്ക് ഈ ചോദ്യത്തിൽ ഉത്തരം തന്നെ എഴുതിയാൽ മതി ഓക്കെ അപ്പോൾ ഇത് രണ്ടും ഈക്വൽ ആണെന്ന് നമുക്ക് മനസ്സിലായി ഓക്കെ അപ്പോൾ നമുക്ക് എന്തെഴുതാം ഈ രണ്ട് ഹൈറ്റ് ഈക്വൽ ആണെന്ന് എഴുതാം അപ്പോൾ CM is equal to RN അല്ലേ ആ ഹൈറ്റുകൾ ഈക്വൽ ആണെന്ന് എഴുതാനായിട്ട് പറ്റും അപ്പോൾ അടുത്തത് നമ്മളോട് ഈ രണ്ട് ട്രയാങ്കിളുകളുടെ ഏരിയ ഈക്വൽ ആണോ എന്ന് ചോദിച്ചിട്ടുണ്ട് അപ്പോൾ ഏരിയ ഈക്വൽ ആണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്കത് എങ്ങനെയാണ് ചെയ്യാൻ പറ്റുക നമുക്കറിയാം ട്രയാങ്കിളിൻ്റെ ഏരിയ എന്ന് പറഞ്ഞാൽ ഇതൊരു റൈറ്റ് ആംഗിൾ ട്രയാങ്കിൾ അല്ലേ അപ്പോൾ ഈ റൈറ്റ് ആംഗിൾ ട്രയാങ്കിളിൻ്റെ ഏരിയ കാണാനുള്ള ഇക്വേഷൻ നമ്മൾ പഠിച്ചിട്ടുണ്ടല്ലോ ഹാഫ് ഇൻറ്റു ബേസ് ഇൻറ്റു ഹൈറ്റ് അല്ലേ അപ്പോൾ ഇതിൻ്റെ നോക്കിയേ ഹാഫ് ഇൻറ്റു ബേസ് എത്രയാ ബേസ് എന്ന് പറയുന്നത് ഇതാണല്ലേ ഈ രണ്ട് ട്രയാങ്കിൾ ഈക്വൽ ആണെന്ന് നമ്മൾ പ്രൂവ് ചെയ്ത് കഴിഞ്ഞു അപ്പോൾ ഇതും അതിൻ്റെ കറസ്പോണ്ടിങ് സൈഡുകളല്ലേ കാരണം ഈ സൈഡും ഈക്വൽ ആണെന്ന് നമുക്കറിയാം അപ്പോൾ AMഉം PNും ഈക്വൽ അല്ലേ അപ്പോൾ ഹാഫ് ഇൻറ്റു AM എന്നാണ് ബേസ് അല്ലേ AM അതായത് AM എന്ന് പറഞ്ഞാൽ AB വരെയുള്ള ലെങ്ത്ത് അപ്പോൾ നമുക്ക് എന്ത് എഴുതാം AB അല്ലേ AB ആണ് അതിൻ്റെ ബേസ് AB അപ്പോൾ ബേസ് കഴിഞ്ഞു ഇനി ഹൈറ്റ് എന്താ CM ഇൻറ്റു CM അല്ലേ അപ്പോൾ നമുക്ക് എന്ത് കിട്ടി ഹാഫ് ഇൻറ്റു AB ഇൻറ്റു CM ആണ് ഈ ഫസ്റ്റ് ട്രയാങ്കിളിൻ്റെ എന്താ ഏരിയ എന്ന് പറയുന്നത് ഓക്കെ ഇനി സെക്കൻഡ് ട്രയാങ്കിളിൻ്റെ ഏരിയ എന്താണ് ഹാഫ് ഇൻറ്റു ABക്ക് പകരം നമ്മളിവിടെ എന്താണ് ഇവിടുത്തെ PQ അല്ലേ ഇവിടെ ബേസ് എന്താണ് P തൊട്ട് Q വരെ PQ ഇൻറ്റു RN എന്ന് പറയുന്നത് എന്താ RN എന്ന് പറയുന്നത് ഇതിൻ്റെ ഹൈറ്റ് അല്ലേ അപ്പോൾ ഇതാണ് രണ്ടാമത്തേൻ്റെ ഏരിയ ഇനി നമുക്കറിയാവുന്ന കാര്യമാണല്ലേ ABയും PQ ഈക്വലാണെന്ന് നമ്മൾ പ്രൂവ് ചെയ്തിട്ടുണ്ട് അതുപോലെ തന്നെ CMഉം RNും ഈക്വൽ ആണെന്ന് നമ്മൾ പ്രൂവ് ചെയ്തിട്ടുണ്ട് അപ്പോൾ നമുക്ക് എന്തെഴുതാം ഇവർ രണ്ടുപേരും ഈക്വൽ ആണെന്ന് എഴുതിക്കൂടെ അതായത് AB is equal to PQ CM is equal to RN എന്താണ് corresponding sides of equal triangles അല്ലേ ഇവർ ഈക്വൽ ട്രയാങ്കിൾസിൻ്റെ കറസ്പോണ്ടിങ് സൈഡുകളാണ് നോക്കൂ AB PQ ഇത് ഈക്വൽ നമുക്കറിയാം അതുപോലെ നമ്മൾ നേരത്തെ പ്രൂവ് ചെയ്തിട്ടുണ്ട് ഈ CM അതായത് ഇതിൻ്റെ പെർപെൻഡിക്കുലർ ഈ ഹൈറ്റ് സെയിം ആണ് നമ്മൾ കഴിഞ്ഞ ഇതിൻ്റെ തന്നെ ഫസ്റ്റ് പ്രോബ്ലത്തിൽ പ്രൂവ് ചെയ്തതല്ലേ അപ്പോൾ നമുക്ക് എന്ത് എഴുതാം CMഉം RNും ഈക്വൽ ആണെന്ന് നമ്മൾ പ്രൂവ് ചെയ്തിട്ടുണ്ട് അപ്പോൾ നമ്മൾ കണ്ടുപിടിച്ച ഇത് രണ്ട് ഈക്വൽ ട്രയാങ്കിൾ ആണെങ്കിൽ അതിൻ്റെ തേർഡ് സൈഡ് അല്ലേ ഇത് അതായത് നേരത്തെ നമ്മൾ പ്രൂവ് ചെയ്തില്ലേ ഈ കുഞ്ഞ് ട്രയാങ്കിൾ ഈ ട്രയാങ്കിളും അതുപോലെ ഇതിൻ്റെ ഈ ട്രയാങ്കിളും AMCയും PNRും ഈക്വൽ ആണെന്ന് നമ്മൾ കഴിഞ്ഞ ഇതിൻ്റെ തൊട്ട് മുമ്പത്തെ ഇതിൻ്റെ തന്നെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ നമ്മൾ പ്രൂവ് ചെയ്തതാണ് അപ്പോൾ അതിൽ തന്നെ നമുക്ക് എഴുതാം അപ്പോൾ ഇതിൻ്റെ ഹൈറ്റുകൾ ഈക്വൽ ആണെന്ന് നമുക്കറിയാം അങ്ങനെയാണെങ്കിൽ നമുക്ക് എന്ത് പറയാം ദ ഏരിയ ഓഫ് ദീസ് two triangles are equal okay അപ്പോൾ ഇതാണ് അതിൻ്റെ ആൻസർ
നമ്മളിതിൻ്റെ 2 ക്വസ്റ്റ്യനും ചെയ്തിട്ടുണ്ട്.